കർത്താവാം ദൈവം പ്രാർത്ഥന നോമ്പിവയിൽ സന്തോഷിക്കുന്നു. നോമ്പേൽ പോൻ ദൈവാകാരം റൂഹാതൻ ഗേഹം മോദിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഏദൻ തോപ്പിലവൻ. ഏറ്റവും പ്രിയനായിരിക്കുന്ന തോമസ് അച്ഛൻ, ഈ ഇടവകയിലെ പ്രിയപ്പെട്ട ദൈവജനമേ, അതിമനോഹരമായ ഈ ആത്മീയ മുഹൂർത്തത്തിൽ നമുക്കൊരുമിച്ച് മറിയാമിനെ പോലെ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് കാൽക്കൽ വീണ് കിടന്ന് ദൈവിക മർമ്മങ്ങളെ അല്പസമയം ധ്യാനിക്കുവാനുള്ള കൃപ ലഭിച്ചത് തന്നെ മഹാഭാഗ്യമാണെന്ന് വിചാരിച്ചുകൊള്ളുക. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനത്തിനായിട്ടുള്ള വിശപ്പിൻ്റെ ഒരു കാലം വിദൂരമല്ല. ആമോസ് പ്രവചനൻ്റെ വചനമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വചനം സുലഭമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില നമ്മൾ അറിയാതെ പോകുന്നു. വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമയത്ത് ഇത് കിട്ടാതെ വരാതിരിപ്പാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വചനങ്ങളെ എഴുതണം. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്: ഞാൻ എൻ്റെ ന്യായപ്രമാണങ്ങളെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. യാക്കോബ് 1:21 വാക്യമുണ്ട്: എന്നാൽ സകല അഴുക്കും എല്ലാ ദുഷ്ടതയും നീക്കി ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. ഉൾനട്ട വചനം. വചനം അകത്ത് കയറേണ്ടതാണ്. വചനം അകത്തില്ലെങ്കിൽ നമ്മുടെ ആത്മീക വ്യാപാര കാര്യങ്ങളൊന്നും ക്രമമായും ഉചിതമാവും പോകില്ല. പ്രിയപ്പെട്ട തോമസ് അച്ഛൻ, അദ്ദേഹവും ഞാനും ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഞാനന്ന് സെമിനാരിയിൽ പോലും പോയിട്ടില്ല. അച്ഛൻ ഷമാശനായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ പ്രത്യേകമായി അഭ്യസിച്ച് കാലാകാലങ്ങളോളം ആത്മീയ ശുശ്രൂഷ നിർവഹിച്ച കാലങ്ങൾ ഞാനിപ്പോൾ ഓർത്തിട്ട്, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 25-30 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ശുശ്രൂഷ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഒരു ബാക്കി പത്രമായി ഇന്ന് ഈ ദേവാലയത്തിൽ പ്രിയ ജ്യേഷ്ഠ സഹോദരനോടൊപ്പം, കണ്ടാൽ എനിക്ക് ചില പ്രായം തോന്നിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിനാണ് പ്രായം കൂടുതൽ എന്നുള്ള കാര്യം അറിയിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ആ പ്രിയ ജ്യേഷ്ഠ സഹോദരനോടൊപ്പം ഒരിക്കൽ കൂടി ശുശ്രൂഷ ചെയ്യുവാൻ ഈ കർത്താവ് തന്ന ഈ സൗഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സമയത്ത് നിൽക്കുകയാണ്. ആമുഖമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സമയം കളയുവാനില്ല. എങ്കിലും എനിക്ക് ഒരു ദുഃഖം പങ്കുവയ്ക്കാനുണ്ട്. ഒന്നാമത് 2 ദുഃഖങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആരാധിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് നാണം വരുവാൻ പാടില്ല. എന്തിനാണ് നാണിക്കുക? അപ്പൻ്റെ അടുത്താണ് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാവണം. ഈ അപ്പൻ ഒരു ഫീൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ആരാധനയിലൊക്കെ ഈ ഔദ്യോഗിക ഭാവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അത് കുഴപ്പമില്ല, സമൂഹമാകുമ്പോൾ കുറച്ചൊക്കെ വേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ കർത്താവ് വിളിച്ചത് അങ്ങനെ ഒരു ഒഫീഷ്യൽ ഭാഷയിലല്ല. കർത്താവ് എപ്പോഴും പിതാവിനെ വിളിച്ചത് എന്താണ്? അബ്ബ എന്നാണ്. അബ്ബ എന്നുള്ളത് നമ്മൾ വളരെ സ്നേഹപൂർവ്വമായി നമ്മുടെ അപ്പനെയും അമ്മയും വിളിക്കുന്ന അപ്പ അല്ലെങ്കിൽ ഡാഡി എന്നുള്ള പദപ്രയോഗത്തിൻ്റെ ഹീബ്രു പദം തന്നെയാണത്. അപ്പോൾ നിങ്ങൾ രഹസ്യപ്രാർത്ഥന നടത്തുമ്പോൾ, അങ്ങനെ നടത്തുമോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ
അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വിളിക്കണം. കാരണം ഇത് കേൾക്കുവാൻ ഈ അപ്പന് വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ അപ്പാ എന്ന് വിളിക്കണം. യേശുവിനെ വിളിക്കേണ്ടത് സ്വർഗസ്ഥനായ എൻ്റെ അപ്പാ. അത് അവൻ ചെയ്ത എന്താണെന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നിറച്ചു ബോധ്യം തരുമ്പോൾ എന്ത് ചെയ്യണം? കണ്ടോ മോനെ, എന്താ ഞാൻ പറഞ്ഞോണ്ട് വന്നേ? പോയി. അതാണ് പ്രശ്നം. എനിക്കങ്ങനെ പ്രശ്നമുണ്ട്. ഇവിടെ ഒരു സാധനവും ഞാൻ കുറിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആ കൃപയാൽ കിട്ടുന്ന ആ കൃപയെ തടസ്സപ്പെടുത്തരുത്. കുഞ്ഞുങ്ങൾക്ക് വേറെ വ്യാപാരങ്ങളുണ്ട്, എനിക്കറിയാം, അവർക്ക് അത്രയും ദഹിക്കുന്നതല്ല. എങ്കിലും കഴിവതും ഒന്ന് നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കരുത്, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഇത് മുഴുവൻ ശ്രദ്ധിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, പക്ഷെ ഡിസ്ട്രാക്ഷൻ ആവരുത്. മുമ്പിരുന്ന് അതൊരു വലിയ പ്രയാസമാണ്. കുഴപ്പമില്ല, പിന്നെ കുഞ്ഞുങ്ങളല്ലേ, സാരമില്ല. അപ്പോൾ വചന ഉള്ളി കയറണം. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് ദൈവസന്നിധിയിൽ ഒരു വിഷമം പറയാൻ വന്നതാണല്ലേ. ഒന്ന് അതാണ്, ഞാൻ കൈയുയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ കൈ മലർത്തി ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? എൻ്റെ അപ്പൻ്റെ മുമ്പിലാണ്. ഞാൻ അടുത്ത് നിൽക്കുന്ന ആളുകളെ നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഉള്ളും നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരാ നിൽക്കുന്നത് ഇരിക്കുന്നതെന്ന് നമ്മൾ അറിയില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം ഇത് കൈ അവൻ പൊക്കിയോ, അവൻ പകുതിയാണോ പൊക്കിയത്, അവൻ ഇത്രയാണോ പൊക്കിയത്, അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കാം, അല്ല ഞാനിങ്ങനെ നിൽക്കാം. ശരീരഭാഷ വളരെ ഇമ്പോർട്ടൻ്റാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. യേശു കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. വല്ല കാര്യമുണ്ടോ? വെറുതെ അങ്ങ് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ ഓരോ ശരീരഭാഷകളുണ്ട്. അത് പോകട്ടെ. രണ്ടാമത്തെ സങ്കടം, നമ്മൾ വചന പഠനമോ ധ്യാനമോ കേൾക്കാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? വടിയുണ്ടാവണം. എന്ത് വടി? മോശയുടെ കയ്യിലിരുന്ന വടി നമുക്കും തന്നിട്ടുണ്ട്. ആ വടിയാണ് ഇത്. നമുക്ക് പൊതുവേ പൗരസ്ത്യ ഓർത്തഡോക്സ് ദുക്സോ വിശ്വാസികൾ ഈ ഓർക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ വചനത്തിൻ്റെ പ്രാധാന്യം. ഇതങ്ങോട്ട് എടുക്കുന്നത് എന്തോ ഒരു നാണക്കേട് പോലെ നമുക്കുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇതിങ്ങനെ വെറുതെ കൈ പിടിച്ചാൽ തന്നെ വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ള കാര്യം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. മാത്രമല്ല, ഒരു വചന ശുശ്രൂഷയിൽ വചനങ്ങൾ എടുത്ത് വായിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ എങ്ങനെ പെട്ടെന്നെടുത്ത് വായിക്കും എന്നുള്ളത് എൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. എനിക്കിപ്പോൾ വേണ്ടത് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യമാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം പെട്ടെന്ന് ഒരാൾ വായിക്കണം, ഉറച്ചു വായിക്കുകയും ചെയ്യണം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കുഞ്ഞാടിൻ്റെ രക്തവും ഹേതുവായും എന്ത് സാക്ഷ്യവചനമാണ്? എങ്ങനെയുള്ള സാക്ഷ്യവചനമാണ്? അത് വായിക്കണം. നമ്മൾ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. സാക്ഷ്യവചനം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ. തങ്ങളുടെ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ. കുഞ്ഞാടിൻ്റെ രക്തം നമുക്കുണ്ടോ? ഉണ്ടോ? പറയൂ, വേഗം പറയൂ. ഉണ്ട്. എപ്പം കിട്ടി? കർത്താവിൻ്റെ കാൽവറി യാഗത്തിലൂടെ കർത്താവ് കൈമാറി തന്ന തൻ്റെ തിരിശരീര രക്തങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മൾ അനുഭവിച്ചില്ലേ? കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ഞാൻ പണ്ടൊരു പള്ളിയിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യം പറയുകയാണ്. വിശുദ്ധ കുർബാന ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് മദ്ബായുടെ വശത്തെ മുറിയിൽ കൈമുത്തിൻ്റെ സമയത്ത് വലിയൊരു ബഹളം കേൾക്കുകയാണ്. വലിയ ബഹളം. 2 ശുശ്രൂഷക്കാർ തമ്മിൽ മുട്ടനടിയാണ്. അടി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ പേടിച്ചു പോകുന്ന അടി. 2 പേരും വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടാണ് അങ്ങോട്ടിറങ്ങിയത്.
എന്താണ് കുഴപ്പം? എൻ്റെ ചോദ്യം അതാണ്. കുഴപ്പം എന്താണ്? വിശുദ്ധ കുർബാനയ്ക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ അതോ വേറെ വല്ലതുമാണോ കുഴപ്പം? എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടാണല്ലോ പൊതുയോഗം കൂടുന്നത്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടാണല്ലോ പൊതുയോഗം കൂടുന്നത്. നിങ്ങൾ പൊതുയോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഒന്ന് സംബന്ധിക്കണം. പള്ളിയിലൊന്നും ചില പൊതുയോഗങ്ങൾ കൂടാൻ പറ്റത്തേയില്ല. ഒരു ആരാധന നടന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ദൈവമാലാഖമാർ ശുശ്രൂഷിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പൈശാചിക ആത്മാക്കൾ പോലും നാണിച്ചു പോകുന്ന ഭാഷകൾ എന്തുകൊണ്ട് ഈ വിശുദ്ധ കുർബാന അനുഭവിച്ചവർ തന്നെ പുരോഹിതനടക്കം പറയേണ്ടി വരുന്നു, അല്ലെ പറഞ്ഞു പോകുന്നു? മിനിറ്റുകളായില്ല. അപ്പോൾ ഈ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ മാത്രം മതിയോ? പോരാ. ഇന്ന് നമ്മുടെ സഭയിൽ നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് ആരാധന മാത്രം മതി, വിശുദ്ധ കുർബാന അല്ല. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിച്ചല്ലോ. ഒന്നും ആവില്ല. എന്താ ആവാഞ്ഞേ? എന്തുകൊണ്ടാണ് അവർ അടിവെച്ചത്? എന്തുകൊണ്ടാണ് പൊതുയോഗത്തിൽ ബഹളങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടും വീടുകളിൽ അമ്മയും മരുമകളും തമ്മിൽ തീർത്തും തീരാത്ത വൈരാഗ്യം? എന്തുകൊണ്ടെന്നാണെന്ന് അറിയാമോ? ഇവിടെ ഉണ്ട്. ശത്രുവിനെ ജയിക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം മാത്രം പോരാ, സാക്ഷ്യത്തിൻ്റെ വചനമല്ല, തങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ വചനം വേണം. അത് ഈ വചനം നമ്മുടെ ഉള്ളിലായില്ലെങ്കിൽ ഒരു പാപത്തെയും ജയിക്കുവാൻ നിങ്ങൾക്ക് ഉച്ചയും കുത്തി നിന്നാലും സാധിക്കില്ല. കർത്താവ് എങ്ങനെയാണ് പാപത്തെ ജയിച്ചത്? താൻ തന്നെ, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്, താൻ തന്നെ ശരീരവും രക്തവുമായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ മുമ്പിലാണ് പിശാച് ചെന്നത്. ആണോ? കർത്താവ് തന്നെ തൻ്റെ ശരീരവും രക്തവുമായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ മുമ്പിലാണ് പിശാച് ചെന്നത്. കർത്താവ് ഞാൻ തിരുശരീരമാണ്, ഞാൻ തിരുരക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ പിശാചിനെ ജയിച്ചത്? പിന്നെങ്ങനെയാണ്? വചനത്താലാണ്. വചനം എടുത്ത് പ്രയോഗിച്ചില്ലെങ്കിൽ പിശാച് ഭരിച്ചിരിക്കും. നിങ്ങൾക്ക് പാപത്തെ ജയിക്കണോ? വചനം ഉള്ളിൽ കയറണം. അതും തങ്ങളുടെ അവനവൻ്റെ സാക്ഷ്യത്തിൻ്റെ വചനം. അതിന് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കണം. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? യെശയ്യാവിൻ്റെ പുസ്തകം 34:16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിലൊന്നിനും ഇണ കിട്ടാതിരിക്കുമില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അതിനെ കൂട്ടി വരുത്തിയത്. ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ച വാക്യമാണ്. അദ്ദേഹം പറയുമായിരുന്നു ഇണ കിട്ടണം. ഇണ എങ്ങനെ കിട്ടും? എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? സ്ത്രീകൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്നാണ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. ഇണകൾ ചേർന്നാൽ പ്രകൃതി നിയമമാണ് എന്ത്? കുഞ്ഞുങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ പുതിയ സൃഷ്ടി ഉണ്ടാകുക എന്നുള്ളത്. വേദപുസ്തകത്തിൽ നമ്മൾ അന്വേഷിച്ച് ദാഹത്തോടെ വായിക്കുമ്പോൾ ആ ദാഹം പരിശുദ്ധാത്മാവ് തരണം. ജീവന്റെ അംശമായിട്ട് കർത്താവ് താൻ നമ്മളോട് സംസാരിക്കുന്ന അനുഭവത്തിൽ എത്തിപ്പെടുമ്പോൾ കർത്താവ് നമുക്ക് രഹസ്യങ്ങളുടെ കലവറകൾ തുറക്കും. അപ്പോൾ ഇതിൻ്റെ ഇണവാക്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അത് അവിടെ കിടപ്പുണ്ട്, ഇതിവിടെ കിടപ്പുണ്ട്. ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വെളിച്ചം കിട്ടും. ആ വെളിച്ചം നമ്മുടെ അന്നത്തെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ തോളിലിട്ടാൽ ഒരു പാപവും നിന്നെ കീഴടക്കില്ല. പാപത്തെ നമ്മൾ ജയിക്കുന്നതിൻ്റെ അത്രയും സന്തോഷം യേശുവിന് വേറെ ഇല്ല. അതുകൊണ്ട് എല്ലാ പാപത്തെയും തോൽപ്പിച്ചുവെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ തോൽപ്പിക്കുവാനായിട്ട് യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ളത് കൊലോസ്യർ 1:24. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ 1:24 വായിച്ചേ. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് കുറവുണ്ട് എന്നല്ല, അത് പൂർണ്ണമാണ്. പക്ഷേ കർത്താവ് ചില കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ട് നമുക്കതിൻ്റെ കിരീടം തരുവാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. കാൽവറിയിൽ എന്താണ് തകർക്കപ്പെട്ടത്?
എന്താണ് തകർക്കപ്പെട്ടത്? കാൽവറിയിൽ എന്ത് തകർക്കപ്പെട്ടു? പിശാചിൻ്റെ തല. പിശാചെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് പാമ്പാണ്. പാമ്പിൻ്റെ തല മാത്രം തകർന്നാൽ അതിനെ ചത്തു എന്ന് ജന്തുശാസ്ത്രം പറയില്ല. പിന്നെ എന്ത് തകരണം? വാല് തകരണം. വാല് തകർക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വാലിന് മഹാശക്തിയാണ്. വെളിപാട് 12:4. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 1/3 ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അത്രയ്ക്ക് ശക്തിയാണ് വാലിന്. അങ്ങനെയാണെങ്കിൽ തലയ്ക്ക് എന്തുമാത്രം ശക്തി കാണും? ആ തലയെ തകർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ ഇറങ്ങി വന്ന് തല തകർത്തിട്ട് പറഞ്ഞു, മക്കളെ, വാല് നിങ്ങൾ തകർക്കണം. എങ്ങനെയാണ് വാല് തകർക്കുന്നത്? വാല് തകർക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ നിങ്ങളുടെ അയലോക്കക്കാരൻ അവിടെ നിൽക്കുന്നു. കുറച്ച് നാളായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പരിഹസിക്കും, കളിവാക്കുകൾ പറയും, അല്ലെങ്കിൽ അധിക്ഷേപിക്കും. എപ്പം കണ്ടാലും നമ്മൾ ആത്മാഭിഷേകം അല്പം കുറവുള്ളതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്തെ അങ്ങോട്ടും പറയും. ആത്മാകേറിയവൻ അല്ലെങ്കിൽ ആത്മാ അഭിഷേകമുള്ളവൻ ഇത് കേൾക്കുമ്പോൾ മിണ്ടാതെ അതിനെ സഹിക്കും. വേദനയാണ്, വേദന ചെറിയ കാര്യമല്ല. അങ്ങനെ നമ്മൾ ആ വേദന എടുക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശിലെ വേദനയോട് നമ്മൾ പങ്കാളികളാകുകയും തൽഫലമായി വാലിൻ്റെ ജീവൻ ഒരു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് വാലിനെ തകർക്കുന്നത്. അല്ലാതെ ഇങ്ങോട്ട് ഒരുത്തൻ പറയുമ്പോൾ അങ്ങോട്ട് 4 പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് അവിടെ ഒരടി കിട്ടിയപ്പോൾ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കേണ്ട ആത്മാവായിരുന്നു അവന് വേണ്ടിയിരുന്നത്. ആ ആത്മാവാണ് അങ്ങോട്ട് കൊടുത്തത്, അവൻ്റെ വായിലോട്ട് വെച്ചത്. പക്ഷെ കയറിയത് ദുരാത്മാവാണ്. 12 പേർക്കും യേശു തമ്പുരാൻ താലത്തിൽ നിന്ന് അപ്പം എടുത്തു കൊടുത്തു, യൂദായ്ക്കും കൊടുത്തു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ യേശു അല്ല പ്രവേശിച്ചത്. ബാക്കി 11 പേരിലും പെന്തിക്കോസ്തിയിൽ ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിക്ഷേപം അങ്ങോട്ട് ഇട്ടപ്പോൾ ഇവൻ്റെ ഉള്ളിൽ കയറിയത് തൂങ്ങിച്ചാവാനുള്ള ആത്മാവാണ്, ആത്മഹത്യയുടെ ആത്മാവാണ്, അല്ലെങ്കിൽ ക്രൂരതയുടെ ആത്മാവാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് എൻ്റെ ദൈവമക്കളെ ആരും വിചാരിക്കരുത്. വചനമെടുത്ത് രാവും പകലും ധ്യാനിക്കണമെന്ന് യോശുവ 1:8 വായിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് രാവും പകലും ധ്യാനിക്കാൻ പറ്റുന്നത്? രാവും പകലും എടുത്ത് വെച്ച് ഇങ്ങനെ 24 മണിക്കൂർ ഇതൊന്നും വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതായത് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെയും വൈകിട്ടും ഇതിൽ ഒരു അരമണിക്കൂർ ചെലവഴിക്കണം. അതിനുള്ള ദാഹമരണം. ഇതങ്ങോട്ട് വായിച്ചില്ലെങ്കിൽ ഒരു നഷ്ടബോധം തോന്നണം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അയ്യോ ഇന്ന് കഴിച്ചില്ലല്ലോ എന്ന് തോന്നില്ലേ? അതിനേക്കാളിൽ ശക്തമായിട്ട് ആത്മീയ ദാഹം ഉണ്ടാകണം. അങ്ങനെ ദാഹം ഉണ്ടാകുമ്പോൾ ഈ ന്യായപ്രമാണം ബൈ ഡീഫോൾട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടും. അങ്ങനെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടാൽ അത് അവിടെ എപ്പോഴും ഒരു ആക്റ്റീവ് മോഡിൽ കിടന്നുകൊള്ളും. നമ്മൾ വേറെ പല കാര്യങ്ങളുമായിരിക്കും ചെയ്യുക. ഓഫീസിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കണം, അല്ലെങ്കിൽ അയ്യത്ത് പണി ചെയ്യണം, പാടത്ത് പണി ചെയ്യണം. പക്ഷേ ഈ വചനത്തിൻ്റെ വിത്ത് ഉള്ളിൽ കിടന്നിട്ട് അത് അവിടെ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അത് കൃത്യസമയത്ത് പാപത്തെ ജയിക്കുവാൻ നിനക്ക് ശക്തി തരും. വിശുദ്ധ കുർബാന അനുഭവവും വചന ധ്യാനവും ഒരുമിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾക്ക് പാപത്തെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ഉണ്ടല്ലേ, പഠിക്കുന്നുണ്ടല്ലേ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? പിന്നെ എങ്ങനെ ഞാൻ ഈ ഉദാഹരണം പറയും? ഇപ്പം നിങ്ങൾ ഈ മൊബൈലിലൊക്കെ നമ്മൾക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ, ഇതൊക്കെ സോഫ്റ്റ്വെയർസാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലേ? ഇപ്പോൾ വലിയ കമ്പ്യൂട്ടറിലൊക്കെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ഇപ്പം മ്യൂസിക്കൊക്കെ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ മ്യൂസിക് സോഫ്റ്റ്വെയർസ് പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. എനിക്ക് അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, അതിന് വലിയ വിലയാണ്. ലക്ഷങ്ങൾ കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. 1,00,000 രൂപയുടെ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ച് ഞാൻ വലിയ കാര്യത്തിൽ എൻ്റെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്.
ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാൽ ഇനി എൻ്റെ മ്യൂസിക് പരിപാടിയൊക്കെ തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഇത് റണ്ണാവുന്നില്ല. എത്ര സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സെ കൊണ്ട് അത് പണിയിച്ചാലും ഇത് ഓടില്ല. പൈസ പോയി. എന്താണ് ഇത് ഓടാത്തതിൻ്റെ കാര്യമെന്നറിയാമോ? ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇതിന് ഒരു ആക്ടിവേഷൻ കീ ഉണ്ട്. അത് നമ്മൾ വേറെ വാങ്ങിക്കണം. അത് വാങ്ങിച്ച് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താലേ, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിലോട്ട് ആക്ടിവേഷൻ കീ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഓടത്തുള്ളൂ. വിശുദ്ധ കുർബാന ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷനാണ്. ആക്ടിവേഷൻ കീ ഇതാണ്. നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച പരിശുദ്ധ ശരീരവും പരിശുദ്ധ രക്തവും ആക്ടിവേറ്റ് ആക്കുന്നത് വചനമാണ്. വചനത്താലല്ലാതെ ഇത് ആക്ടിവേറ്റ് ആവില്ല. അത് ഈ ആക്ടിവേഷൻ കീ ആണ്. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. എപ്പോൾ ദൈവം എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ മോശയോട് ആവശ്യപ്പെടുമ്പോൾ നിന്റെ വടി എടുക്കുക എന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിലെ ഈ വടി ദൈവ വചനമാണ്. അതെടുക്കണം. ഇത്രയും കാര്യങ്ങളും കൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ധ്യാനത്തിലേക്ക് ഇനിയും പ്രവേശിക്കും. ഇതിൽ കൂടുതൽ പറഞ്ഞതിന് സമയം കളയുവാൻ എനിക്കില്ല. നമ്മളൊരു നൊയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രയോ കാലമായിട്ട് നമ്മൾ നൊയമ്പ് നോക്കുന്നല്ലേ? എൻ്റെ ചോദ്യം, കഴിഞ്ഞ നൊയമ്പിൽ അനുഭവിച്ച ആത്മീയ അവസ്ഥാന്തരമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ആത്മീയ തലമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പുറമോട്ട് പോയോ മുമ്പോട്ട് പോയോ? അതായത് കർത്താവിലേക്ക് കുറെ അടുത്തോ അതോ അവിടെ തന്നെ നിൽക്കുവാണോ അതോ പുറമോട്ട് പോയോ? അത് നമ്മൾ ചിന്തിക്കണം. ഇതിൽ ആദ്യത്തെ രണ്ടും പ്രശ്നമുള്ളതാണ്. അവിടെ തന്നെ നിന്നാലും പോരാ, പുറമോട്ട് പോയെങ്കിൽ വളരെ പരിതാപകരമാണ്. എന്നാൽ ചിലരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷവും ദേവാലയത്തിൽ വന്നു, ആരാധനകൾ നടത്തി, പ്രാർത്ഥനകൾ നടത്തി, ഇപ്പോഴും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, കഷ്ടാനുഭാഷയിൽ സംബന്ധിക്കുന്നു, നൊയമ്പെടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരു സ്റ്റെപ്പ് മുമ്പോട്ടായോ? എൻ്റെ ചോദ്യം അതാണ്. അടുത്ത് വന്നോ അതോ അവിടെ തന്നെ നിൽക്കുവാണോ? അവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല. അടുത്ത് വരണം, യേശുവിലേക്ക് അടുക്കണം, ആകർഷിക്കപ്പെടണമെന്നാണ് അല്ലേ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടണം. അപ്പോൾ ആകർഷിക്കപ്പെടുന്നതിന് മാത്രമേ യേശുവിൻ്റെ അടുത്തോട്ട് വരുവാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ നാമമാത്രമായിട്ട് ചില അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിച്ച് പോയാൽ പറ്റില്ല. ദ ലൈവ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ സാന്നിധ്യമായിട്ട് അറിയുമ്പോഴേ ഇതിൽ ജീവൻ വരൂ. വചനം എടുത്ത് പേരിന് വേണ്ടി വായിച്ചാൽ അതിൽ ജീവൻ ഉണ്ടാകില്ല, ജീവന്റെ വചനവുമാവില്ല. വചനത്തിന് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട് മെൽസോ ദ ഹായോ ദാലോഹോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. ഇതെങ്ങനെയാ ജീവൻ നമുക്ക് അറിയുന്നത്? ഇപ്പോൾ ഈ വചനം നിങ്ങൾ രാവിലെ എടുത്ത് വായിക്കുക എന്ന് വിചാരിക്കുക. ആ വായിക്കുമ്പോഴൊക്കെ ഈ ജീവൻ നമ്മളിലേക്ക് പ്രവഹിച്ചു കഴിഞ്ഞാൽ ഈ വചനത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി തന്നെ മാറും. പല വീടുകളിലും ചെന്നു കഴിഞ്ഞാൽ വേദോസ്തം ഇരിക്കുന്നത് തീന്മേശപ്പുറത്താണ്, അല്ലെങ്കിൽ പാതകത്തിൻ്റെ മണ്ടയിൽ, അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക്. ചിലരുടെ വീട്ടിൽ ടി വി സ്റ്റാൻഡിൻ്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ആ ടി വിയിൽ കാണാൻ കൊള്ളാവുന്ന ഒരു പരിപാടി ഇപ്പം ഇല്ല. ഇന്നത്തെ കാലത്ത് ന്യൂസ് പോലും കാണാൻ കൊള്ളാവുന്ന പരിപാടിയായിട്ടില്ല. അടൽസൊള്ളിയാണ് അതും. അതിൻ്റെ കീഴിലാണ് ഇത് കൊണ്ട് വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, വേദപുസ്തകം വയ്ക്കുവാൻ ഒരു സ്ഥലം നിങ്ങളുണ്ടാക്കണം. ഇത്ര മതി സ്പേസ്. ഒരു സ്റ്റൂള്, ഒരു നല്ലൊരു വെള്ളത്തുണി, അവിടെ അതങ്ങോട്ട് വെച്ചിട്ട് അതിനെ ഒരു വെള്ള തുണി കൊണ്ടൊക്കെ പൊതിഞ്ഞിട്ട് അവിടെ എപ്പോഴും ദൈവ സാന്നിധ്യമുള്ളൊരു സ്ഥലമായിട്ട് ആവണം. അവിടെ ഇരുന്നേ അത് വായിക്കാവൂ. അവിടോട്ട് കയറുമ്പോൾ ആ ഭാഗം എത്തുമ്പോൾ നമുക്കൊരു ദൈവിക ഭീതി തന്നെ തോന്നണം. നമ്മുടെ മുറിയിൽ ഒരു കോണിൽ ദൈവിക വ്യാപാരത്തിൻ്റെ പ്രത്യേക ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അത്യധികം മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇത് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കാനും തോന്നില്ല. ഇനി വായിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചെടുത്ത് വെച്ച് വായിച്ചാലൊന്നും ഇത് ജീവന്റെ വചനമാകില്ല.
ജീവന്റെ വചനമാണെങ്കിൽ യേശു നമ്മളോട് സംസാരിക്കും. അത് സംസാരിക്കും. അത് ഞാൻ അടിവരയിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ആ പ്രസൻസ് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ജീവനാവത്തുള്ളൂ. യേശു സാന്നിധ്യത്തിൽ കൂടിയേ വിശ്വാസം വളരത്തുള്ളൂ. ഒരാൾ ഒരു കാര്യത്തിലേക്ക് വിശ്വാസത്തോടു കൂടിയാണ് പ്രവേശിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമുക്കൊരു അടയാളമോ അത്ഭുതമോ കാണുമ്പോൾ വിശ്വാസം വർദ്ധിക്കാറുണ്ടല്ലേ? നമുക്കൊരു അസുഖം വന്നു, കർത്താവിനോട് പ്രാർത്ഥിച്ചു, ആ അസുഖം മാറി, ഒരു അത്ഭുതം നടന്നു, അപ്പോൾ നമുക്ക് വിശ്വാസം വരുന്നു, അല്ലെങ്കിൽ വർദ്ധിക്കുന്നു. പക്ഷേ ആ വിശ്വാസം അവിടെ നിന്നാൽ പോരാ, അത് വർദ്ധിക്കണമെങ്കിൽ അടുത്ത അസുഖം വരാൻ നോക്കി നിൽക്കരുത്. അങ്ങനെ എങ്ങനെ ശരിയാവുന്നത്? ഓരോന്നിനും വിശ്വാസം വർദ്ധിക്കാൻ എപ്പോഴും നമുക്കെന്തെങ്കിലും കെടുതികൾ വന്നുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കരുത്. പിന്നെന്താണ് വിശ്വാസം വർദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത്? വിശ്വാസം വർദ്ധിക്കേണ്ടത് സാന്നിധ്യത്തിലാണ്. സാന്നിധ്യം, പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടേക്കാണ് വേദപുസ്തകത്തിലെ ഏത് കാര്യം നമ്മൾ വായിച്ചാലും അത് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് അവിടെ എത്തണമെന്നാണ് പറയുന്നത്. അതിനാണ് ലൈവ്നെസ്. നിങ്ങൾ ഓർമ്മ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഓർമ്മ. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് ഏതാണ്ട് മറന്നുപോയിട്ടാണോ? കർത്താവെ ഞങ്ങളെ വാങ്ങിപ്പോയവരെ നീ ഓർത്തുകൊള്ളണമേ, പേരുകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മെമ്മറിയിൽ നിന്ന് പോയി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഇതൊക്കെയാണ് ലിസ്റ്റ്. പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴേ 50 കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് വിചാരിക്കുക, എല്ലാം കൂടെ ഓർക്കത്തില്ല. അപ്പം നമ്മൾ എഴുതിക്കൊണ്ട് പോകും. അവിടെ ചെന്നിട്ട് നമ്മൾ ഓർക്കാൻ വേണ്ടി ഈ സാധനം എടുത്തു വെച്ച് വീണ്ടും നോക്കും. ആ ഓർമ്മയാണോ കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നത്? അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ എന്ന് പറയുമ്പോഴോ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മെമ്മറിയിൽ നിന്ന് പോയെന്നല്ല. അങ്ങനെ ഒരു മെമ്മറി കർത്താവിനില്ല. കാരണം കർത്താവ് ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു. ഈ ഓർമ്മ എന്ന് പറയുന്നത് കൃപാ സാന്നിധ്യത്തെയാണ്. കർത്താവെ ഞങ്ങളെ വാങ്ങിപ്പോയരെ നീ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ, കർത്താവെ ഞങ്ങളെ വാങ്ങിപ്പോയരെ നിന്റെ കൃപയുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറ്റിക്കളയരുതേ എന്നാണ് മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ? നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന്, കണ്ടോ, വരുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ പച്ച വെള്ളം പോലെ വരേണ്ടതാണ്. എന്നെ ഇവിടെ നിന്ന് പറയൂ. ബാക്കി ഇവിടെ നിന്ന് ദൈവമേ, കർത്താവേ, മോശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിന്റെ കൃപാ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ. കൃപയുണ്ട്, എന്നെ വിട്ടാൽ മതി, അല്ലേ വിടണ്ട. കൊന്നു കളഞ്ഞേക്കാനൊക്കെ മോശ പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്നെ കൊന്നു കളഞ്ഞേരും, നിന്റെ കൃപ എന്നോടുകൂടി ഇല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞാൽ കൃപാ സാന്നിധ്യത്തിലായിരിക്കുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. അതൊരു ലൈവ്നെസ് ആണ്. ലൈവ്നെസ്, ജീവന്റെ തുടിപ്പാണത്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണമെന്ന് പറയുമ്പോൾ ആ നിമിഷം തൊട്ട് നിങ്ങൾ പിന്നെ ഈ അമ്പലത്തുങ്കാല യാക്കോബ് ബുർദാന പള്ളിയിൽ അല്ല. പിന്നെ എവിടെയാണ്? പിന്നെ ആരാധന സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് അടുത്ത പ്രാർത്ഥനയിൽ തന്നെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ ദൃശ്യരും അദൃശ്യരുമായ സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് നിന്നെ സ്തുതിക്കുവാൻ. ശരീരമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, നമ്മുടെ ബോധവും നമ്മുടെ ആത്മാവും വേറൊരു സ്ഥലത്തെത്തി. അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ മൊബൈൽ വന്നാൽ ഉടനെ അതും എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ തുബുദേൻ്റെ സമയത്ത് മെസ്സേജസ് അയക്കാൻ തോന്നും. അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ കുർബാന നടക്കുമ്പോൾ ബിസിനസ് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറി വരും. അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ ജഡീക വ്യാപാരങ്ങൾ നമ്മളെ ബാധിക്കുകയും ആ ആരാധന ജഡീക ആരാധനയായി മാറുകയും ചെയ്യും. കർത്താവ് വന്ന് ശമരിയ സ്ത്രീയോട് പറയുന്നത്, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. ഈ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന സ്വർഗത്തിൽ നടക്കുന്നു. അത് നമ്മളുടെ
ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പോഴാണല്ലോ ഈ ഭാഷയൊക്കെ വന്നത്, ഇതൊക്കെ പണ്ട് പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഭാഷയാണ് ടൈം ട്രാവൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ AI ഒക്കെ വന്നിട്ടുണ്ടല്ലേ, AI കേട്ടിട്ടുണ്ടോ? AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, അതും കേട്ടിട്ടില്ലേ? എൻ്റെ പള്ളിയിൽ, ഇടവപ്പള്ളിയിലെ ഒരാളെ റോബോട്ടിക് സർജറി ചെയ്തു. എന്ന് പറഞ്ഞാൽ മനുഷ്യനില്ല, സർജറി നടത്തി, ഡോക്ടറില്ല, റോബോട്ടാണ് ചെയ്തത്. ഇപ്പം നടന്ന കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ ഇച്ചിരി കെടുതികൾ പിന്നുണ്ടായി. ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. സർജറിയൊക്കെ 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. പെർഫെക്റ്റാണ് കേട്ടോ, പക്ക പെർഫെക്റ്റാണ്. മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ചെയ്തു തരും. കമാൻഡ് കൊടുത്താൽ മതി, എങ്ങോട്ട് തിരിഞ്ഞ് കിടക്ക്, അങ്ങനെ കിടക്ക്, ഇങ്ങനെ കിടക്കുന്നൊക്കെ അത് പറയുക. അത് തന്നെ എല്ലാം പിടിച്ചിരുന്ന് ചെയ്യിച്ചിട്ട് ബാത്റൂമിലും കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ട് കട്ടിലെ കൊണ്ട് കിടത്തി തരും. ഒരു കാലം കഴിയുമ്പോൾ ഇനി ഡോക്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല, മ്യൂസീഷ്യൻസിൻ്റെ ആവശ്യം വരില്ല. ഞാൻ ഇതേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു പാട്ട് എഴുതി ഉണ്ടാക്കി, അതിന് രാഗം ചിട്ടപ്പെടുത്തി, അത് ട്യൂൺ ചെയ്ത് വേറൊരാൾ, അത് ഓർക്കസ്ട്ര ചെയ്ത് വേറൊരാൾ, അത് പാടുന്നത് വേറൊരാൾ, പിന്നെ അത് മിക്സ് ചെയ്യുന്നത് വേറൊരാൾ. അങ്ങനെ ഇങ്ങനെ എത്രയോ പേരുടെ തീവ്രമായ പ്രയത്നം കഴിഞ്ഞിട്ടാണ് ഒരു പാട്ട് വരുന്നത്. ഒരു പാട്ട് എത്രയോ ദിവസങ്ങൾ മാസങ്ങൾ ചെലവഴിച്ചിട്ടാവും ഒരു പാട്ട് നമ്മൾ ഈ 5 മിനിറ്റ് കേൾക്കുന്ന ഈ ഒരു പാട്ട് വരുന്നത്. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഒരു ആപ്ലിക്കേഷനുണ്ട്, ഞാൻ അതിൻ്റെ പേര് പറയില്ല. ആപ്ലിക്കേഷൻ ചെന്നിട്ട് ഗീവ് മീ എ പ്രണയഗാനം ഇൻ മലയാളം എന്ന് പറഞ്ഞാൽ അല്ല ഒന്നാം തരം ലിറിക്സ് അവർ എഴുതിത്തരും. ഇന്നേ വരെ ആരും എഴുതിയിട്ടില്ലാത്ത കേട്ടോ, പുതിയത് ലിറിക്സ് എഴുതിത്തരും. ഒരു 30 സെക്കൻഡേ എടുക്കത്തുള്ളൂ, 30 സെക്കൻഡ്. അതിങ്ങനെ തെളിഞ്ഞു വരുന്ന താമസമേ ഉള്ളൂ. ഒന്നാം തരം ലിറിക്സ്. എന്നിട്ട് ആ ലിറിക്സ് കോപ്പി ചെയ്തിട്ട് മറ്റൊരു ആപ്ലിക്കേഷനിൽ കൊണ്ടിട്ടിട്ട് ഗീവ് മീ എ മെലോഡിക് ട്യൂൺ എന്ന് പറഞ്ഞാൽ നല്ല മെലഡിയായിട്ട് അത് ട്യൂൺ ചെയ്ത് ഒരാൾ പാടി ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ഒരു മിനിറ്റിനകം നമ്മുടെ മൊബൈലിൽ ട്രാക്കായിട്ട് വന്ന് MP3 ട്രാക്കായിട്ട് വന്ന് കിടക്കും. അതാണ് കാലം, മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ലോകമേ ആയിരിക്കില്ല. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? നിങ്ങൾ ആരും വിചാരിക്കണ്ട, നമുക്കെല്ലാം ദുഃഖമല്ലേ, പള്ളിയിൽ പിള്ളേർ ഉടഞ്ഞു പോകുന്നു, എല്ലാവർക്കും ദുഃഖമേ ഉള്ളൂ. ഇവരെ പിടിക്കാൻ ഒരു മാർഗവും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആരും വിചാരിക്കണ്ട, പള്ളിയിൽ ഇനിയും ആൾ കൂടാൻ പോകുന്നില്ല, കുറയാനേ പോകുന്നുള്ളൂ. കാരണം കർത്താവാണ് പറഞ്ഞത്, ഞാനല്ല. മനുഷ്യപുത്രൻ വരാറാകുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കുറഞ്ഞു പോകും. യേശുവിനെ ദൈവമായിട്ട് കാണുവാൻ 1000-ൽ അര ആൾക്കാർക്കേ പറ്റത്തുള്ളൂ എന്നാണ് പഠനം. ക്രിസ്ത്യാനികളിൽ ഈ പറയുന്ന നമ്മളിൽ പോലും യേശുവിനെ പൂർണ്ണ ദൈവമായി അംഗീകരിക്കുന്നവർ കുറവാണ്. ഇന്നലെയും കൂടെ ഞാനൊരു സഹോദരനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണ്. കിഡ്നി 2ഉം തകർന്നു. ഭാര്യയുടെ കിഡ്നി എടുത്തു വെച്ചു. ഭാര്യയുടെ കിഡ്നി എടുത്തു വെച്ചതിൻ്റെ 2ാം മാസം ആ ഭാര്യ മരിച്ചു. ഇദ്ദേഹം ഇപ്പോഴും ഉണ്ട്. 10 വർഷം മുമ്പാണ് ഭാര്യ മരിക്കുന്നത്. ഭാര്യയുടെ കിഡ്നി ആയതുകൊണ്ട് ഇപ്പോൾ ശരീരം റിയാക്ട് ചെയ്തു തുടങ്ങി, അതിൻ്റെയും കാലാവധി കഴിഞ്ഞു. അദ്ദേഹം നിരാശനായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം കെട്ടുപോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? വചനം ഉള്ളിൽ കയറിയിട്ടില്ല. അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നേക്കാളിൽ വഷളായി നടക്കുന്ന പലരും സുഖകരമായി ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ആത്മീയമായി പലരെയും കമ്പയർ ചെയ്യുകയാണ്, എന്നിട്ട് നമ്മളെ തന്നെ വിധിക്കുകയാണ്. സഹോദരനെ വിധിക്കരുത്, വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ വിധിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നീ സഹോദരനെ വിധിക്കാൻ നീ ആരാണ്? നിനക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ കൂടി വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് പകരം വിശ്വാസത്തിൽ തകർന്നു പോയെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയും നാളും ഈ ആത്മീയമായി എന്ന് തോന്നിപ്പിക്ക വിധമുള്ള നമ്മുടെ ആരാധനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ആത്മീക ജീവൻ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മുമ്പോട്ട് വന്നില്ല, നിന്നിടത്ത് തന്നെ നിന്നു. രാവിലെയും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു, അത് കൊച്ചിലേ തൊട്ടുണ്ട്.
50-ാം വയസ്സിലും ഉണ്ട്, 75-ാം വയസ്സിലും ഉണ്ട്. പക്ഷേ നിൻ്റെ ആത്മീയ സ്ഥാനം എവിടെയാണ്? അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിശാച് പുറമോട്ട് പിടിക്കും. പിശാചിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട് കേട്ടോ. അവൻ പുറമോട്ട് പിടിച്ചിട്ട് പുറമോട്ട് വരാത്തവരെ പിന്നെ മുന്നോട്ട് തള്ളുന്ന ഒരു പരിപാടിയുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം എടുക്കാം. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ എന്നെ ഭയപ്പെടുത്തിയൊരു വാക്യമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം എന്നെ കർത്താവ് കാണിച്ചു തന്നത് ഈ വാക്യത്തിലൂടെയാണ്. 30-ാം അധ്യായം 15-ാം വാക്യം. 30-ാം അധ്യായം 15-ാം വാക്യം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. അടുത്ത വചനം സൂക്ഷിച്ചു വായിക്കണം. ഞങ്ങൾ തുരകങ്ങളിന്മേൽ കയറി പോകുമെന്നും പറഞ്ഞു. അതിൻ്റെ അടുത്തത് അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. ശ്രദ്ധിച്ചേ, ഒരു നിമിഷം ശ്രദ്ധിച്ചേ. പിശാചിന് ഒരു പ്രത്യേക പരിപാടിയുണ്ട്. നൊയമ്പിലും അവനെടുക്കാൻ പോകുന്ന ഒരു ആയുധം ഇതാണ്. മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കണം. നൊയമ്പിൽ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണത്. ചില കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉപവസിപ്പിക്കണം. അതിലേക്കൊന്ന് ഞാൻ വരാം. അതിനു മുമ്പ് ഈ മർമ്മം കൂടെ മനസ്സിലാക്കുക. അതായത് പിശാച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നോട്ട് വലിക്കുക എന്നുള്ളതാണ്. നിൽക്കുന്ന ഇടത്തു നിന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല, എന്നിട്ട് പിന്നോട്ട് പിടിക്കും. അങ്ങനെ നമുക്ക് മടുത്ത് നമ്മൾ ദൈവനാമത്തെ ദുഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഇനി ഞങ്ങൾ ഈ അച്ഛന്മാർക്കൊക്കെയുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഞങ്ങൾക്കങ്ങനെ പിന്നോട്ട് പോയാൽ നിങ്ങൾ ഞങ്ങളെ പിടിക്കും. ഏത് കണ്ടില്ലേ അച്ഛൻ നടക്കുന്നത് എന്ന് പറയില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലേലും ഞങ്ങൾ ഒന്നിയിൽ അവിടെ തന്നെ എങ്ങനെയും കടിച്ചു പിടിച്ച് നിൽക്കും. ചിലർ മുമ്പോട്ട് ഓടും, വിശ്രമിക്കില്ല. മറിയ കർത്താവിൻ്റെ കാതത്തിൽ വിശ്രമിച്ചതുപോലെ, അവൻ്റെ പാദത്തിൽ അർപ്പിച്ചതുപോലെ എന്തു ചെയ്യില്ല? അവൻ്റെ അടുത്ത് വന്ന് വിശ്രമിക്കില്ല. അതിനു പകരം മുമ്പോട്ടായുന്നത് ആത്മീയമായിരിക്കില്ല. അതായത് ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം. നിങ്ങൾക്കറിയാമോന്നറിയില്ല, ഞാൻ ഇച്ചിരി മ്യൂസിക് ഭ്രാന്തനായിരുന്നു. അതിനെ പറ്റി വോൾട്ടേജ് പ്രശ്നമാണ്. ഞാൻ ഇച്ചിരി മ്യൂസിക് ഭ്രാന്തനായിരുന്നു. ചെയ്യുന്നത് എന്താ? കർത്താവിൻ്റെ മ്യൂസിക് അല്ലേ. ഒത്തിരി പരിപാടികൾ ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയി ഒരുപാട് പരിപാടികൾ ചെയ്യും. എന്താ പ്രശ്നം എന്നറിയാമോ? എല്ലാം കർത്താവിന് വേണ്ടിയാണെന്ന്. അപ്പോൾ ആളുകൾ വന്ന് പറയാം, അച്ഛാ കൊള്ളാം കേട്ടോ, സൂപ്പറായിരുന്നു, ഉഗ്രം പരിപാടിയാണ്. എന്താ ഞാൻ ഇത് കേട്ടോണ്ടാണ് ഉറങ്ങുന്നത്. നമുക്കന്നേരം കേൾക്കാൻ വലിയ സുഖമാണ്. ഇത് കേട്ടോണ്ടാണ് ഉറങ്ങുന്നത്, ഞാനിത് കേട്ടേ മരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. ഞാൻ കുറേ സിംഫണീസ് പോലുള്ള പരിപാടികൾ നടത്തിയിട്ട് നമ്മൾ ലിറ്ററജിക്കൽ മ്യൂസിക്കിൻ്റെയും സാധു വഞ്ചിച്ചുമദേശിയുടെ പാട്ടുകൾ, അല്ലാത്ത പാട്ടുകൾ ലോകത്ത് ഒരുപാട് രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ദൈവവേലയാണ് ചെയ്യുന്നതെന്നാണ്. ട്രസ്റ്റിയായിട്ടിരിക്കുമ്പോൾ ദൈവവേലയാണ് ചെയ്യുന്നത് അല്ലേ? പള്ളി പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ദൈവവേലയാണ് ചെയ്യുന്നത്. മർത്തമറിയാൻ സമയത്തിന് അച്ചാറിടുമ്പോൾ ദൈവവേലയാണ് ചെയ്യുന്നത്. അല്ല എന്ന് പറയുന്നില്ല, ഇതെല്ലാം ദൈവവേല തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പിശാചിന് പുറമോട്ട് പിടിക്കാൻ പറ്റത്തില്ല. അന്നേരം അവൻ എന്ത് ചെയ്യുന്നറിയാമോ? മുന്നോട്ട് തള്ളും. ചെയ്യടാ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കില്ല. ഫുൾ ആക്റ്റീവാണ്. ചില അച്ഛന്മാരുടെയും അവിടെ വരെ നിർത്തുന്നു. ഡയറി എടുത്ത് നോക്കിയാൽ നിറയെ പ്രോഗ്രാംസാണ്. ഒരു ദിവസം 4-5 പ്രോഗ്രാംസാണ്. എനിക്കറിയാം, അല്ലെ അച്ഛനറിയാം, ഒരു വിശുദ്ധ കുർബാന കഴിഞ്ഞ്
2 വീട് കൂതാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോഗമോ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാൽ നമുക്ക് കിടന്നുറങ്ങാനല്ലാതെ വേറെ ഒന്നിനും നമ്മളെ കൊള്ളില്ല. ശരീരത്തിന് ഊഷ്മളതയില്ലെങ്കിൽ വചനം കയ്യിലെടുത്ത് വായിക്കുവാൻ തോന്നില്ല, പ്രാർത്ഥിക്കാനും തോന്നില്ല. നമ്മൾ ക്ഷീണിച്ച് തളർന്ന് ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ നമസ്കരിക്കാമെന്ന് ആരെങ്കിലും പറയുമോ? ഓ, ഇത്ര നേരം കർത്താവിന് വേണ്ടിയല്ലേ ഓടിയത്. ശരിയാണ്, ഇത് പിശാച് മുന്നോട്ട് തള്ളും. വചനം വായിക്കുവാനും കർത്താവിൻ്റെ അടുത്ത് വന്ന് വെറുതെ ഇരിക്കുവാനും, നിങ്ങളൊന്നും പ്രാർത്ഥിക്കണ്ട, വെറുതെ ഇരിക്കുവാനും അനുവദിക്കില്ല, മുന്നോട്ട് തള്ളിക്കളയും. ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളെല്ലാ ആത്മീയ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആത്മീയ കാര്യമായിട്ട് ദൈവം അതിൽ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ വേണം ചെയ്യുവാൻ. അപ്പോൾ അവൻ പറഞ്ഞു തരും പെരുന്നാൾ എങ്ങനെ നടത്തണം. ഇതിപ്പം പെരുന്നാൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തും, പക്ഷേ അകത്ത് ആരാധനയ്ക്ക് ആളില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാധനയ്ക്ക് ആളില്ല, പുറത്താണ് ആൾ മുഴുവൻ. റാസയ്ക്ക് 10,000 പേരാ, പള്ളിക്കകത്ത് 400 പേര്. എന്താണ് കാര്യം? ഇത് പിശാചിൻ്റെ ഒരു പരിപാടിയാണ്. നമ്മളെ ആത്മീയ കാര്യം എന്ന് പൊതിഞ്ഞ് പല കാര്യങ്ങളും മുമ്പോട്ട് ചെയ്യും. അതെല്ലാം ചെയ്യേണ്ടതാണ്, ആത്മീയ കാര്യങ്ങളുമാണ്. പക്ഷേ ദൈവ ആരാധനയ്ക്കും ദൈവവചനത്തിനും 1-ാം സ്ഥാനം കൊടുക്കാതെ നിങ്ങളിനി എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും അത് വെള്ളത്തിൽ വരച്ച വര പോലെയാവും. തീയിൽ ശോധന ചെയ്യുമ്പോൾ അതിന് ശക്തിയേറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന പൊന്നിൽ ആയിരിക്കണം. കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, അച്ഛാ ഓർമ്മയുണ്ടോ? അത് തീയിൽ ശോധന ചെയ്യുമെന്നാണ്. തീയിൽ ശോധന ചെയ്യും. അതായത് ഒരു മരം, പൊന്ന്, വെള്ളി, കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടാണ് ഒരു വീട് പണിയുന്നത് എന്നൊരു കിട്ടി. 1 കോരിന്ത്യർ 3-ാം അധ്യായം 12-ാം വാക്യം 11 തൊട്ട് വായിച്ചോ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ശരി, അത് നമ്മൾ കാലികമായിട്ട് വായിച്ചേ. കർത്താവിന് കാലികമായിട്ട് വായിക്കൂ. നമ്മളതിനെ ഞാൻ പറഞ്ഞു തരും അതെങ്ങനെ വായിക്കണമെന്ന്. യേശുക്രിസ്തുവാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ശരി, അതിന്മേലാണ് നമ്മൾ പണിയുന്നത്. നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ പള്ളി പണിയുന്നു, നമ്മൾ പള്ളി ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്നു, പെരുന്നാൾ നടത്തുന്നു, അച്ഛന്മാർ ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നു, ധ്യാനം എടുക്കാൻ വരുന്നു. ഇതുമെല്ലാം പരിപാടികളാണ്, അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷകളാണ്, സമ്മതിച്ചു. പക്ഷേ വായിച്ചേ, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ, ഇപ്പോൾ ഒരു വീട് പണിയാൻ ശ്രദ്ധിച്ച്, ഒരു വീട് പണിയാൻ ഇതെല്ലാം വേണം. വേണ്ടേ? പൊന്ന് വേണം, വെള്ളി വേണം, വിലയേറിയ കല്ല് വേണം, മരം വേണം, പുല്ല് വേണം, വൈക്കോൽ വേണം എന്നിവ വെച്ചാണ് പണിയേണ്ടത്. ഇതെല്ലാം വേണം. പെരുന്നാൾ വേണം, റാസ വേണം, നമ്മളെ ആഘോഷങ്ങൾ വേണം, എല്ലാം വേണം. എന്നിട്ട് താഴോട്ട് വായിച്ചേ. ഇങ്ങനെയൊക്കെ പണിയുമ്പോൾ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. എപ്പോൾ അതിൻ്റെ അടുത്ത വചനം, ആ ദിവസം അതിനെ വെളിവാക്കും. ഏത് ദിവസം? കർത്താവിൻ്റെ ആ ദിവസത്തിൽ. അന്നത് തീയോടെ വെളിപ്പെടും. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം, അതിനകത്തൊന്ന് ശ്രദ്ധിച്ചോണം. ഈ 6 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലേ? 6 കൂട്ടം കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. ശ്രദ്ധിച്ച്, ഈ 6 കൂട്ടം കാര്യങ്ങളും പണിക്ക് വേണ്ടേ? ഇതെല്ലാം കൂടെ ഇതിനകത്തെടുത്തിടും, തീയിലെടുത്തിട്ട് ശോധന ചെയ്യും. തീയിലെടുത്തിടുമ്പോൾ ഇതിൽ എന്തൊക്കെ അവശേഷിക്കും? പൊന്ന്, വെള്ളി, കല്ല്, ഇത് 3ഉം അവിടെ കാണും. ബാക്കിയുള്ളത് വെന്തുപോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ഈ നടത്തുന്ന ആത്മീയ ആഘോഷങ്ങളെല്ലാം നിലനിൽക്കുന്നതല്ല. അവിടെ ചെന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ 50 കൊല്ലം ട്രസ്റ്റി ആയിരുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ കുപ്പായിട്ടോണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ശോധന ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിൽ പൊന്നോ വെള്ളിയോ വിലയേറിയ കല്ലോ ഉണ്ടോ? പക്ഷേ മരവും പുല്ലും വൈക്കോലും വേണം, പുല്ലും വേണം, കുപ്പായവും വേണം, പ്രസിസാനവും വേണം, പെരുന്നാൾ നടത്തണം, എല്ലാം വേണം. പക്ഷേ ഈ
അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് വേവാതിരിക്കേണ്ടത്? അതിനൊരു മാർഗമുണ്ട്. അത് റമ്പാപ്പച്ചൻ പഠിപ്പിച്ചു തന്നതാണ്. അതായത് ഇസ്രായേൽ മക്കൾ ഇഷ്ടിക ചുടുമ്പോൾ ഇഷ്ടികയുടെ മണ്ണിൻ്റെ ഉള്ളിൽ ഇഷ്ടികയ്ക്ക് ശക്തി കൂടുവാൻ വേണ്ടി മണ്ണിനകത്ത് വൈക്കോൽ കുത്തിക്കയറ്റി വയ്ക്കുമായിരുന്നു. എന്നിട്ടത് പുഴുങ്ങുമായിരുന്നു, അല്ലെങ്കിൽ ചുടുമായിരുന്നു. അപ്പോൾ ഈ വൈക്കോൽ വെന്ത് പോകത്തുമില്ല, ഇഷ്ടിക സ്ട്രോങ് ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? എന്തെങ്കിലും പിടികിട്ടിയോ? വൈക്കോൽ വെന്ത് പോകുന്ന സാധനമാണ്. ഇസ്രായേൽ മക്കളെ ഇഷ്ടിക ചുടുവാൻ വേണ്ടി അടിമ വേല ചെയ്യിക്കുമ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇഷ്ടികയ്ക്ക് ബലം കൂടുവാൻ വേണ്ടി വൈക്കോലെടുത്ത് ഈ കുഴച്ച മണ്ണിനകത്ത് കയറ്റി വെച്ച് അതിനെ സ്ക്വയറാക്കി വൈക്കോൽ അതിൻ്റെ അകത്ത് സെൻട്രൽ പാർട്ടിൽ വെച്ചിട്ട് ഈ ഇഷ്ടിക ചുടുമ്പോൾ ഈ വൈക്കോൽ ഈ മണ്ണിന് ബലം നൽകുകയും മാത്രവുമല്ല അത് വെന്തു പോകാതിരിക്കുകയും ഇഷ്ടികയ്ക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ട്രസ്റ്റി സ്ഥാനവും അച്ഛൻ സ്ഥാനവും എത്രാം സ്ഥാനവും പള്ളിപ്പെരുന്നാളും എല്ലാം പരിശുദ്ധാത്മാവെന്ന തീ അതിനകത്തിരിക്കണം, അകത്ത്. അപ്പോൾ അതിന് ശോധന കിട്ടും. അല്ലെങ്കിൽ വെന്തുപോകും, ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇങ്ങനെ വെന്തു പോകാതെ നമ്മളെ തന്നെ അഭ്യസിപ്പിക്കുവാൻ നമ്മളെ ക്രമീകരിക്കുന്ന ഒരു വലിയ ആയുധമാണ് നോമ്പ്. നോമ്പിനെ രണ്ട് രീതിയിൽ നിങ്ങൾ കാണണം. ഒന്ന്, ഇത് ഈ നോമ്പ് വന്നല്ലോ, ഇനി 50 ദിവസം വേണമല്ലോ എന്ന് വിചാരിക്കാതെ ഇതിന് നോമ്പെത്തി ആഹാ എന്ന് പറയുവാൻ പറ്റുന്നത് എങ്ങനെയാകണം? അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഈ സാന്നിധ്യം കൂടുതൽ നൊയമ്പിൽ കിട്ടും എന്നുള്ള ആഹ്ലാദം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം താനേ ഉപേക്ഷിക്കുന്നതാണ് പല ശാരീരിക ആവശ്യങ്ങളും. കഷ്ടപ്പെട്ട് ഇറച്ചി കഴിക്കാതിരിക്കുന്നതല്ല ഉപവാസം. കർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇതിനെ നമ്മൾ പോലും അറിയാതെ വർജിച്ചു പോകുന്നതാണിത്. അല്ല, ഈസ്റ്റർ നോക്കിയിരിക്കുമല്ലേ ഇനി ഇറച്ചി വാങ്ങിക്കാൻ, അതല്ല. ഈ പഴയ നിയമത്തിലെ ഉപവാസവും പുതിയ നിയമത്തിലെ ഉപവാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പഴയ നിയമത്തിലെ ഉപവാസം ഉണ്ടായിരുന്നോ? മോശ ഉപവസിച്ചില്ലേ? ഏലിയ ഉപവസിച്ചില്ലേ? എസ്ര നെഹമ്യ ഉപവസിച്ചില്ലേ? ഏലീശ ഉപവസിച്ചില്ലേ? കർത്താവ് ഉപവസിച്ചില്ലേ? എല്ലാവരും ഉപവസിച്ചിട്ടുണ്ട്. എസ്തേർ ഉപവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ആഹാബിൻ്റെ ഭാര്യ യെസബേൽ വരെ ഉപവസിച്ചു. അതിനെ ദുഷ്ട ഉപവാസം എന്നാണ് പിതാക്കന്മാർ വിളിക്കുന്നത്. പോട്ടെ, അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ഉപവാസമുണ്ട്, ദുഷ്ട ഉപവാസം. പോട്ടെ, അത് വേറെ ടോപ്പിക്കായിട്ട് പോകും. ഇവരെല്ലാം ഉപവസിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലും ഉപവാസമുണ്ട്. ഇത് തമ്മിൽ പക്ഷേ വലിയൊരു അന്തരമുണ്ട്. നിങ്ങൾക്ക് പറയാമോ എന്താണെന്ന്? പറയാൻ നിങ്ങൾ താമസിക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. പഴയ നിയമത്തിൽ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള ആഗ്രഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിനുവേണ്ടി ഒരു ഉപാധിയായിരുന്നു ഉപവാസം. ഇപ്പം എസ്തർ ഉപവസിച്ചു. എന്തിനാണ്? യഹൂദന്മാരുടെ രക്ഷയ്ക്ക് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് എസ്തർ ഉപവസിച്ചു. മോശ ഉപവസിച്ചു. എന്തിനാണ്? അമാലേക്കരെ ജയിക്കുവാൻ വേണ്ടി മോശ ഉപവാസം എടുത്തു. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെ എടുക്കുമ്പോൾ അവർ ഉപവസിക്കുന്നത് ഒരു ലക്ഷ്യം അവർക്കുണ്ട്. അത് ശാരീരികവും മാനസികവുമായ ഒരു ലക്ഷ്യമുണ്ട്. പുതിയ നിയമത്തിൽ എന്ത് ലക്ഷ്യമാണുള്ളത് ഉപവാസത്തിന്? അങ്ങനെ ലക്ഷ്യമുള്ളതുകൊണ്ടാണ് അവർ കപടഭക്തിക്കാരെ പോലെ ഉപവസിച്ചത്. മറ്റുള്ളവർ കാണേണ്ടതിന്, അവരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന്, പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും അത്താഴ് സ്ഥലത്ത് പ്രധാന സ്ഥലമൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ കാപട്യം കാണിച്ചുകൊണ്ട് ഭക്തി കാണിക്കുവാൻ വേണ്ടിയുള്ള ഉപവാസം. അതുകൊണ്ടാണ് കർത്താവ് എടുത്തു പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അന്ന് അവർ കാണിച്ചുകൊണ്ടിരുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ കാണിക്കരുത്. ഉപവസിക്കുമ്പോൾ ഉപവസിക്കുന്നതെന്ന് തോന്നുകയരുത്. നല്ല ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് നടക്കണം. അല്ല, വാടി തൂങ്ങി ഇരിക്കുമ്പോൾ വന്നിട്ട് എന്താ അച്ഛാ ക്ഷീണിച്ചിരിക്കുന്നേ? ഉപവാസമൊക്കെ അല്ലയോ, അപ്പോഴേ പ്രതിഫലം കിട്ടിപ്പോയി. അങ്ങനെ കാണിക്കരുത്. ആരോടും പറയരുത്, ഒന്നും കാണിക്കരുത്. പുതിയ നിയമത്തിൽ ഉപവസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിനാണെന്നറിയാമോ? പുതിയ നിയമത്തിൽ ഒരു കാര്യവും
ഒരു കാര്യവും ലക്ഷ്യം വെച്ചല്ല ഉപവസിക്കുന്നത്, മറിച്ച് കാരണം ഞാൻ പറയട്ടെ, പുതിയ നിയമത്തിൽ ഉപവസിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറ. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തിനാണ് സഭ ഉപവാസം വെച്ചിരിക്കുന്നത്? പുതിയ നിയമത്തിൽ ഉപവസിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ ഉപവാസം കൊണ്ടൊന്നും അല്ല നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. നമുക്ക് വേണ്ടി അവൻ ഉപവസിച്ച ഉപവാസത്തോട് നമ്മുടെ ഉപവാസം ചേർത്ത് വയ്ക്കുകയാണ്. എന്താണ് അത്? കൃത്യമായിട്ട് പഠിച്ചോണം. നമ്മൾ ഉപവസിക്കുമ്പോൾ ആ ഉപവാസം കാരണമാണ് നമുക്ക് അനുഗ്രഹം കിട്ടിയതെന്ന് വിചാരിച്ചാൽ അത് വേദവിപരീതമാണ്. നമ്മൾ ഉപവസിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ഉപവസിച്ചതുകൊണ്ട് ആ ഉപവാസത്തോട് ഈ പാവം പിടിച്ച ഞാനും നിങ്ങളും ആ ഉപവാസത്തോട്, ആ മഹനീയമായ ഉപവാസത്തോട് എൻ്റെയും നിങ്ങളുടെയും ബലഹീനമായ ഉപവാസം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഉപവാസത്തിന് വിലയുണ്ടാവുന്നത്. ഇരുമ്പായിട്ടിരുന്നാൽ ഇരുമ്പാണ്. ഇരുമ്പ് കാന്തത്തോടെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് കാന്തമാകും. കർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളോടും നമ്മൾ അസിമിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, എല്ലാ നിന്ദയും, എല്ലാ അപമാനവും, എല്ലാ വ്യാകുലതയും, ഉപവാസവും, പ്രാർത്ഥനയും നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പറയാമോ? വരുവാനിരിക്കുന്ന, അതായത് ഇന്ന് ഈ യാക്കോബ് ബുർദാന പള്ളിയിലിരിക്കുന്ന ആൻറ്റിയുടെ പേരെന്താണ്? റേച്ചലിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് വേദപുസ്തകം തെളിവ് കാണിക്കാമോ? യോഹന്നാൻ്റെ 17 18 17 അധ്യായത്തിൽ, നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അത് പറഞ്ഞ് എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷമാണ്. വചനം ഉള്ളിലുള്ളവർക്കേ അത് പറയാൻ പറ്റത്തുള്ളൂ. മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒന്ന് നമുക്ക് വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഒരു ദിവസം പോലും വായിക്കാതെ നിങ്ങൾ ഉറങ്ങരുത്. ഞാൻ എപ്പോഴും പറയും, യോഹന്നാൻ്റെ സുവിശേഷവും റോമർക്കെഴുതിയ ലേഖനവും പഠിക്കാതെ ഒരു വിശ്വാസി മരിച്ചു പോകരുത്. തീരാ നഷ്ടമാണ്. കാരണം ഇത് രണ്ടിലും വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് അങ്ങോട്ട് സ്നേഹം വർദ്ധിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് രണ്ടും പഠിപ്പിച്ച് തരാതെ പഠിക്കാൻ അത്ര എളുപ്പമല്ല. ഞാൻ എൻ്റെ ആശ്രമത്തിൽ ചെറിയ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ യൂട്യൂബിൽ ഓർത്തഡോക്സ് പ്രൈസസ് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. ഓർത്തഡോക്സ് എന്താണ് പ്രൈസസ്. അതിനകത്ത് പ്ലേലിസ്റ്റിൽ പോയാൽ സ്റ്റഡി ഓഫ് റോമൻസും ഉണ്ട്, സ്റ്റഡി ഓഫ് സെയിൻറ്റ് ജോൺ ഗോസ്പലും ഉണ്ട്. സെയിൻറ്റ് ജോൺ ഗോസ്പൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. 5 അധ്യായമേ ആയിട്ടുള്ളൂ. 1 വർഷം. ഞാൻ പറഞ്ഞ അത്രയ്ക്ക് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഡീപ്പാണ്, മിസ്റ്ററീസാണ്. അപ്പോൾ കർത്താവ് അവിടെ 17 അധ്യായത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? അത്രയുമല്ല പിതാവേ, എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടിയും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന കഴിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചാൽ മതി. ഇപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും തിന്മകളും അവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. 1 പത്രോസ് 1:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ, ഇനിയാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് സമയമില്ല, 12:30 ആകുമ്പോൾ നിർത്തും. ശരീരത്തിൽ തൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ കയറി. ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു പാപം അന്ന് കാൽവറിയിൽ പരിഹരിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? ചോദ്യം ഒന്നും കൂടെ. ഞാൻ ഇന്ന് ജഡീകമായ ഒരു പാപം ചെയ്തു എന്ന് വിചാരിക്കുക.
അത് അന്ന് അവൻ കാൽവറിയിൽ പരിഹരിച്ചിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ ഉത്തരവാദിത്വം അതോർത്ത് കരയാനും അതോർത്ത് അവന് നന്ദി പറയാനും അവൻ്റെ കൂടെ ഇരിപ്പാനുമാണ്. പാപത്തിൽ വീണു പോയാലും അതെങ്ങനെയാണ് അന്ന് അവൻ എടുത്തത്? അതായത് കർത്താവ് കാൽവറിയിൽ കയറിയപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു. ആദമിൽ സകല സൃഷ്ടിയുടെയും ബീജം കിടക്കുന്ന പോലെ മനുഷ്യജാതിയുടെ മുഴുവൻ കുലങ്ങളും ആദമിൽ കിടക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും അടങ്ങിയിരിക്കുന്നു. എൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്നു. ഫാദർ ജോൺ സാമുവേൽ ഇന്ന് ചെയ്തു പോയ ജഡീക പാപത്തിന് പകരമായി അവൻ അവിടെ അത് കണ്ട് എന്നെ ഓർത്ത് അവൻ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞുകളഞ്ഞു. ഇത്രയും ഓർത്താൽ മതി നമുക്ക് കരയാൻ. ഇതോർക്കുന്നില്ല. കർത്താവിനെ കുരിശിച്ചതേ നിങ്ങൾ കാണുന്ന പടം പോലെയല്ല. റോമൻ സാമ്രാജ്യത്തിലെ ക്രൂസിഫിക്ഷനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. സമ്പൂർണ്ണ നഗ്നനായിട്ടാണ് കുരിശിച്ചത്. അറിഞ്ഞുകൊള്ളുക, ജഡത്തിൽ പാപം ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളുമേ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, യേശു നിനക്ക് വേണ്ടി അന്ന് നഗ്നനായി തൂങ്ങിക്കിടന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് സാത്താൻ നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാത്തത്. ജഡീക ഭാവത്തെപ്പറ്റി ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഒരുത്തൻ്റെയും കണ്ണ് ശുദ്ധമല്ല. എടുക്കുക യെശയ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം. 33-ാം അധ്യായം 15-ാം വാക്യം. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താൽ, നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച്, ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് പൊത്തിക്കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പിശാച് ചെറുപ്പക്കാരെ മുഴുവൻ വീഴ്ത്തിയിട്ടിരിക്കുന്ന ആയുധമാണിത്. ഒരു സെക്കൻഡ് മതി, എന്തും ഇതിൽ കിട്ടും. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഇത് സ്ക്രീനിലല്ല, നിങ്ങളുടെ മുമ്പിൽ ആൾ രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ട് എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ആ രൂപത്തോട് ചെയ്യാം. ചിരിക്കണ്ട, മോളെ ചിരിക്കണ്ട, അത് നടക്കുന്ന കാര്യമാണ്. ഇതാണ് ഇന്നത്തെ ലോകം, ഭയപ്പെടുത്തുന്ന ലോകമാണ്. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇതിനെ കീഴ്പ്പെടുത്തണം. ഇതിനാദ്യം വചനം ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം എടുത്ത്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോൾ പൗലോസ്ലീഹ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കുടുംബം. അപ്പോൾ അവിടെ ഒരു കുടുംബം ഉണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ? സ്വർഗത്തിൽ കുടുംബമുണ്ട്, അവിടെ ജീവനുണ്ട്, പരസ്പരം ഒറ്റ കുടുംബത്തിലാണ് നമ്മൾ. ഇനി അടുത്ത വാക്യം വായിച്ചേ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. എന്താണ് അവൻ്റെ മഹത്വത്തിൻ്റെ ധനം? ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനൊത്തവണ്ണം
അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇതിനാണ് നോമ്പ്. ഇനി അകത്തൊരു മനുഷ്യനുണ്ടോ? അകത്തെ മനുഷ്യന് ഉണ്ടെങ്കിൽ അകത്തെ മനുഷ്യന് പുറത്തെ മനുഷ്യനുള്ള ഇന്ദ്രിയങ്ങളും ഉണ്ട്. നിങ്ങൾ 40-ാം വെള്ളിയാഴ്ചയുടെ ദിവസം എത്ര വായിക്കുമ്പോൾ പ്രഭാത നമസ്കാരത്തിൽ എത്ര ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പുസ്തകം എടുപ്പിക്കുന്നില്ല. ഇവിടെ ഇരിപ്പില്ലല്ലോ അല്ലേ അച്ഛാ? ഇവിടെ ഇരിപ്പില്ലല്ലോ. ആ, അകത്താ വേണ്ട, ഞാൻ പറയാം. പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. എന്താണ് മോനെ? ഈ പിള്ളേർ പറയട്ടെ, എത്ര ഇന്ദ്രിയങ്ങളുണ്ട് മനുഷ്യന്? പറഞ്ഞു. ഇത് ക്ലാസ് ഒന്നും, നാളെ പരീക്ഷയൊന്നുമില്ല, ചുമ്മാ പറ. എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 അല്ലേ? അതോ 6? 5 പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്. തർക്കം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഈ പിതാക്കന്മാർ പ്രാർത്ഥിച്ചിരിക്കുന്നത് അങ്ങനെ അല്ലല്ലോ. ദശേന്ദ്രിയങ്ങൾ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അക്ഷരപ്പശയായിരിക്കും. സുറിയാനി പ്രാർത്ഥന എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് പ്രശ്നം? അവർക്ക് തെറ്റുപറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇരുന്ന് കൊടുത്താൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരും. ഇതിങ്ങനെയാണ് കർത്താവിൻ്റെ അടുത്ത് വരുന്നത് പഠിക്കേണ്ടത്. ഇതൊരു ആനന്ദമാണ്. എല്ലാ നേരവും ലോക വ്യാപാരങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നാൽ കർത്താവ് പഠിപ്പിക്കാൻ വരില്ല. ആഗ്രഹമുണ്ടെങ്കിലും പോയി ഇരിക്കണം, വെറുതെ ഇരിക്കണം. ഞാൻ വേറൊരു പ്രാർത്ഥനാ ടെക്നിക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയാൽ ചുമ്മാ പോയിരിക്കണം, ഒന്നും പ്രാർത്ഥിക്കരുത്, ചുമ്മാ പോയിരിക്കണം. ഒരു കർത്താവിൻ്റെ നല്ലൊരു ഐക്കൺ, ഇതുപോലൊരു പടമൊക്കെ വെച്ചിട്ട് വെറുതെ നോക്കിയിരിക്കണം. ഇഷ്ടം വർദ്ധിക്കും. മനസ്സിലായോ? എന്നിട്ട് ഈ മുറിവുകളെ ധ്യാനിക്കണം. കത്തോലിക്ക സഭയിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. എനിക്ക് നല്ലതാണ് അത്. എന്തുവാ, കുരിശിൻ്റെ വഴി എന്ന് പറയാം അവർക്ക്. നമുക്ക് അങ്ങനെയില്ല. പക്ഷേ നമുക്ക് കുരിശിൻ്റെ വഴിയുണ്ട്. ഇങ്ങനെയാണ്, നമ്മളവിടെ ചെന്ന് ഇരുന്ന് ധ്യാനിക്കണം, കണ്ണുനീർ വീഴ്ത്തണം, ഇഷ്ടം വർദ്ധിക്കും. യേശുവിൻ്റെ സന്നിധിയിൽ കണ്ണുനീർ പൊഴിക്കേണ്ടത് നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളുടെ ഭാഗമായിട്ട് മാത്രമായിരിക്കരുത്. അതതിൻ്റെ ബിഗിനിങ് ആണ്, കണ്ണുനീർ പൊഴിക്കാനുള്ള ബിഗിനിങ് ആണ്. അപ്രയം പിതാവിന് അങ്ങനെ ഒരു വരം ഉണ്ടായിരുന്ന പറയുന്നത്, കണ്ണുനീരിൻ്റെ വരം. അപ്രയം പിതാവിന് ഒരു ദിവസം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കണ്ണുനീര് വരുന്നില്ല. അദ്ദേഹത്തിന് പാടെ വിഷമമായി. എൻ്റെ കർത്താവേ, എങ്ങനെയെങ്കിലും കുറച്ച് കണ്ണുനീര്. എനിക്ക് കണ്ണുനീര് എന്ന് പറയുന്നത് കർത്തൃ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. മൈലപ്രായിലൊരു മാത്യൂസ് പാപ്പച്ചനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലോ. 1 വർഷത്തോളം മൗനം ഇരുന്ന ആ സമയങ്ങളിലും അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. തുയോബമൊക്കെ നടത്തുമ്പോൾ ആ പ്രതലം മുഴുവൻ നനയും. പിന്നെ ആ തബലീത്തൊക്കെ എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കാതെ പറ്റില്ല, അതുപോലെ നനയും. ഇതൊരു മരമാണ്. അത് നമ്മുടെ സങ്കടം കൊണ്ടല്ലത്. ദൈവ സാന്നിധ്യം മുമ്പിൽ കാണുമ്പോൾ ഈ പാപിയാവിനെ നീ കാണിച്ച് തന്നുവല്ലോ എന്നുള്ള ആനന്ദമോ എന്ത് വികാരമാണെന്നറിയില്ല, കണ്ണുനീര് വരിക. അങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ടുള്ള പാപങ്ങൾ കഴുകിക്കളയണം. എല്ലാ പാപങ്ങളും കഴുകിക്കളയുക. പരിശുദ്ധനായ എഫ്രേം പറയുന്നത് കണ്ണുനീർ 2ാം മാമോദിസയാണെന്നാണ്. 2ാം മാമോദിസ. അങ്ങനൊരു മാമോദിസ ഇല്ല, പക്ഷേ കണ്ണുനീരിനാൽ മാമോദിസയുണ്ട്, രക്തത്താൽ മാമോദിസയുണ്ട്. സഹോദരന്മാർ, രക്തത്താൽ മാമോദിസയാണ്. ഈ സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നത് കുരിശിലെ രക്തമാണ്. ഇതാണ് അതിൻ്റെ അവസ്ഥാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അകത്തെ മനുഷ്യന് ഈ 5 ഇന്ദ്രിയങ്ങളുമുണ്ട്. പുറത്തെ മനുഷ്യൻ്റെയും അകത്തെ മനുഷ്യൻ്റെയും ഇന്ദ്രിയങ്ങൾ ചേർന്നാണ് 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അകത്തെ കണ്ണ്, അകത്തെ മൂക്ക്, അകത്തെ നാക്ക്, അകത്തെ ചെവി, അകത്തെ ത്വക്ക്, ഇതെല്ലാം ആക്ടിവേറ്റ് ആവണം. അത് ആക്ടിവേറ്റ് ആകണമെങ്കിൽ പുറത്തെ ഇന്ദ്രിയങ്ങളും അകത്തെ ഇന്ദ്രിയങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ്. പുറത്തെ കണ്ണ് അശുദ്ധമായാൽ അകത്തെ കണ്ണ് ഇരുട്ടായി പോകും. നിങ്ങളുടെ ശരീരം ചൊവ്വുള്ളതാണ്, നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കാരണം അകത്തെ കണ്ണ് പ്രകാശിക്കുന്നതുകൊണ്ടാണ്. യേശുവിനെ നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ കാണണോ? അകത്തെ കണ്ണുകൊണ്ടാണ് കാണേണ്ടത്. രുചിക്കണോ? അകത്തെ കണ്ണുകൊണ്ടാണ് രുചിക്കേണ്ടത്.
തൊടണോ? അകത്താണ് സ്പർശനം. രക്തസാവക്കാരിയായ സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനമുണ്ട്, വന്ന് തൊട്ടു. ഇവിടെ തൊട്ടാൽ എനിക്കറിയാൻ പറ്റുമോ? ഇല്ല. ഞാൻ എങ്ങനെ അറിയുന്നത്? പുറയുന്ന ഒരാൾ വന്ന് ഇവിടെ ഇങ്ങനെ ഈ വസ്ത്രത്തിൻ്റെ ഇവിടോട്ട് തൊട്ടേച്ച് പോയാൽ ഞാൻ അറിയില്ല. കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവനത് അറിഞ്ഞു, ശരീരത്തിൽ തൊട്ടില്ല. അപ്പോൾ ആ തൊടൽ എവിടെ നടന്നത്? അകത്താണ്. കർത്താവ് തിരിഞ്ഞെന്താ പറയുന്നത്? എന്നെ ആരോ തൊട്ടു, കാരണം എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇത് അകത്ത് സംഭവിച്ചാലേ ആവത്തുള്ളൂ. അങ്ങനെ അകത്ത് സ്പർശനം, അകത്ത് കേൾവി. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോൾ അകത്താണ് ഈ വിളി കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഏലിക്ക് മനസ്സിലാവാതെ പോയത്. ഏലി പറഞ്ഞു, ഇനിയും കേൾക്കുവാണെങ്കിൽ നീ ഇങ്ങനെ പറയണം. മനസ്സിലാകാതെ പോയില്ല, മനസ്സിലായി. കാരണം ഏലി ഇത് കേട്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഈ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഈ ശരീരത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ നമുക്ക് അത്യധികമായ കൃപ കിട്ടും. ശരീരത്തിൽ നമ്മൾ നിയന്ത്രണം വെച്ചില്ലെങ്കിൽ അകത്തെ മനുഷ്യന് വർക്ക് ചെയ്യില്ല. ഒരു സംഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മോശ അമാലേക്കിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഒരു കുന്നിൻ്റെ മുകളിൽ പോയി കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് മോശയ്ക്ക് എത്ര വയസ്സ് കാണും? അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോയി എനിക്ക് സിഗ്നൽ തന്നുകൊണ്ടിരിക്കുക കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായി എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 12:30 എന്നല്ല ഞാൻ പറഞ്ഞു. 1 മിനിറ്റില്ല, ഇനിയും നിർത്തും. ഞങ്ങൾ സഹോദര സ്നേഹമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇപ്പം 2ാമത്തെ തവണ ഇറങ്ങി, അതുകൊണ്ട് എനിക്ക് തന്നെ. അപ്പോൾ മോശ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുമ്പോൾ മോശയ്ക്ക് എത്ര പ്രായം കാണും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര പ്രായം കാണും? 80 വയസ്സിലാണ് തുടങ്ങിയത്. അമാലേക്കിനെയൊക്കെ തോൽപ്പിക്കുന്ന സമയത്ത് രഫീദീം മരുഭൂമിയിൽ എത്തിയപ്പോൾ ഒരു 20 വർഷങ്ങളും കഴിഞ്ഞ് 100 വയസ്സുള്ള ആ മനുഷ്യന് എത്ര നേരം കൈ പൊക്കി പിടിച്ചിരിക്കും? ഞങ്ങൾ ഈ കുർബാനയ്ക്ക് കൈ 5 മിനിറ്റ് പൊക്കി പിടിച്ചിരിക്കുമ്പോൾ അറിയാം കഴപ്പ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കണം. അഹ്റോന് ഹൂരും വന്ന് താങ്ങിക്കൊടുത്തു. പറയുന്നുണ്ട് മോശ, മക്കളെ വിടറാ, എനിക്ക് വയ്യ. കൈ താത്തിടുമ്പോൾ അമാലേക്കർ ജയിക്കും. അമാലേക്കർ എന്ന് പറഞ്ഞ പിശാചിൻ്റെ പ്രതിനിധിയാണ് പിതാക്കന്മാരുടെ ഭാഷയിൽ. കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. അതിൻ്റെ അകത്തെ അർത്ഥം, മോശ ശരീരത്തിൽ വേദന എടുത്തപ്പോൾ പിശാച് തോറ്റു. മോശ ശരീരത്തിൽ സുഖം ആഗ്രഹിക്കുമ്പോൾ അമാലേക്കർ ജയിക്കുന്നു. നീ ശരീരത്തിന് സുഖം കൊടുക്കുമ്പോൾ, ആഡംബരം, അത്യാഗ്രഹം, അമിത ഭക്ഷണം മുതലായവ കൊടുത്ത് ശരീരത്തെ പോഷിപ്പിക്കുമ്പോൾ പിശാച് ജയിക്കും. എങ്ങനെയാണെന്നറിയാമോ? ശരീരത്തിന് സുഖം വർദ്ധിക്കുമ്പോൾ ജഡത്തിന് ആസക്തി വർദ്ധിക്കും. ജഡത്തിന് ആസക്തി വർദ്ധിക്കുമ്പോൾ പാപം ചെയ്യുവാൻ ഈ ശരീരം തന്നെ നമ്മളോട് പറയും. പിശാചൊന്നുമല്ല പറയുന്നത്, ശരീരം നമ്മളോട് പറയും, എടോ എനിക്ക് വയ്യ, ഇന്ന് വചനം വായിക്കണ്ട. പിശാചല്ല പറയുന്നത്, ശരീരമാണ് പറയുന്നത്. അതുകൊണ്ട് ശരീരത്തോട് വേണം ആദ്യം പോരാട്ടം. അതിനാണ് ഉപവാസം വച്ചിരിക്കുന്നത്. ഉപവാസം വലിയൊരു ആയുധമാണ്. ശരീരത്തെ ക്ഷീണിപ്പിക്കുമ്പോൾ ജഡത്തിൻ്റെ ആസക്തി നശിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇടിച്ചു കയറുകയും ചെയ്യും. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നോക്ക്, ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും വിശുദ്ധി നേടാനുള്ള ആയുധമാണ് നോമ്പ്. നോമ്പ് ഒരു വശത്ത് യുദ്ധം, മറുവശത്ത് പറുദീസ. എങ്ങനെയാണ്? ഒരു വശത്ത് യുദ്ധം, ഒരു നാണയത്തിൻ്റെ 2 വശം. നോമ്പ് ഒരു നാണയമാണെങ്കിൽ ഒരു വശത്ത് പിശാചിനോട് നമ്മുടെ ശരീരം വെച്ച് യുദ്ധം, മറുവശത്ത് ദൈവാത്മാവിൽ പറുദീസ. നിങ്ങളിനി കുടുംബാരാധക്രമം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാം, നോമ്പ് വലിയൊരായുധമാകുന്നു, നോമ്പ് ഒരു പറുദീസയാകുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പുറത്ത് യുദ്ധമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും തുടർന്നുള്ള നോമ്പ് കാലഘട്ടങ്ങളിൽ ദൈവത്തോട്, കർത്താവിനോടൊപ്പം ഇരുന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലും ഉയർപ്പിലും പങ്കെടുത്തുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട ട്രസ്റ്റി ഒരു വാക്ക് എല്ലാവർക്കും നന്ദി പറയും. അതിനുശേഷം സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷ അവസാനിക്കും. തുടർന്നുള്ള സമർപ്പണ പ്രാർത്ഥനയെക്കുറിച്ച്
ബഹുമാനപ്പെട്ട ട്രസ്റ്റി നന്ദി പറഞ്ഞ ശേഷം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.